അതിമനോഹരമായ ഒരു 2 നില വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറി പാലാ പൊൻകുന്നം ഹൈവേയിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വീടാണിത്. പാലാ മുനിസിപ്പൽ റോഡിന് ഫ്രണ്ടേജിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ വീട്. ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് 13.5 സെൻറ്റ് സ്ഥലത്താണ്. റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കയറുന്ന ഭാഗമാണിത്. മുഴുവൻ മുറ്റവും അതുപോലെ റോഡും നാച്ചുറൽ സ്റ്റോൺ ബാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. കോമ്പൗണ്ട് വാളെല്ലാം പണികഴിപ്പിച്ചിരിക്കുന്നു. ഗേറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു എലിവേഷനിൽ നല്ലൊരു തലയെടുപ്പിൽ നിൽക്കുന്ന മനോഹരമായ വീടാണിത്. ഈ ഒരു ഫ്രണ്ടിൽ നമുക്കൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു കാലത്തും ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്ത മനോഹരമായ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വെള്ളമാണ് ഈ വീടിനുള്ളത്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരു മേഖലയാണ്. കൂടാതെ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൻ കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പാലാ പൊൻകുന്നം ഹൈവേ കാണാം. അതുപോലെ തന്നെ CBSE സ്കൂളുണ്ട് തൊട്ടടുത്ത് തന്നെ. 100 മീറ്ററുള്ളിൽ തന്നെ അവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളെല്ലാം ഉണ്ട്. കത്തീഡ്രൽ പള്ളിയാണ് ഇവിടെ ക്രിസ്ത്യൻ പള്ളിയായിട്ട് ഏറ്റവും അടുത്ത് വരുന്നത്. കടപ്പാട്ടൂർ ക്ഷേത്രത്തിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ദൂരമാണ്. കടപ്പാട്ടൂർ ക്ഷേത്രം, മുരിക്കുമ്പോൾ ക്ഷേത്രമൊക്കെ വളരെ അടുത്താണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പാലാ ടൗണിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് ഈ കാണുന്നത്. സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. സിറ്റൗട്ടിൻ്റെ ഭിത്തിയിലൊക്കെ നല്ല തേക്ക് തടിയുണ്ട്. പാനൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ചാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വലിയ ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രെയർ യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഡോക്ടേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. കാരണം ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു ഹാളും ഒരു ബെഡ്റൂമാണുള്ളത്. ബാക്കി ഭാഗങ്ങൾ മുകളിലാണ്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പനുസരിച്ച് അതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ഥലം മണ്ണ് മാറ്റി ലെവൽ ചെയ്യാതെ ആ ഒരു രീതിയിൽ തന്നെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പനുസരിച്ച് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ഒരു ലിവിങ് ഏരിയയും ഇതുപോലെ ഒരു വലിയ ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട്. ഡ്രസ്സിങ് ഏരിയ, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടേഴ്സിനൊക്കെ പ്രൈവറ്റ് പ്രാക്ടീസിനൊക്കെ പറ്റിയ പോലത്തെ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതും ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിച്ചേരാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനാണ് വീട് വന്നിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ കൂടി വാഹനങ്ങൾ മുകളിലെത്തിക്കാനുള്ള വഴി കൂടി നമുക്കുണ്ട്. മുകളിൽ ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കടന്നു വരുന്ന വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് ആണ് വീട്ടിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാനുകളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണിത്. നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് ഒക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. 3 ബെഡ്റൂമുകളാണ് ഈ ഫ്ലോറിലുള്ളത്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു വാഷ് കൗണ്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വാതിലുകളും കഥകളുമൊക്കെയാണ്. ഇവിടെ നമുക്ക് പുറത്തേക്കൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഹനങ്ങളുമായിട്ട് ഇവിടെ കയറി വരാനുള്ള സ്പേസ് കൂടിയുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ 2 സൈഡിലും വഴിയാണ്. ഇവിടെ നമുക്ക് വാഹനങ്ങൾ താഴെ ഈ വഴി കൂടി പ്രവേശിക്കാൻ പറ്റും. ഹാളിൽ ഈ ഒരു ഭാഗത്തായി നമ്മുടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ TVകളൊക്കെ വെക്കാവുന്ന പോലെ സംവിധാനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ വശത്ത് സെറ്റ് ഓഫ് ബോക്സുകൾ വെക്കാനുള്ള കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഒരു മോഡുലർ കിച്ചൺ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയൊരു കിച്ചണും വർക്ക് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ തന്നെ കാണാൻ പറ്റും. നല്ല വലിപ്പമുള്ള ഒരു സെക്കൻഡ് കിച്ചണാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് നമുക്ക് ഡിഷ് വാഷറോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കിച്ചണിലും നമുക്ക് സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള വാതിലാണ് ഈ കാണുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്നു. പുറവശത്ത് നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്. അത്യാവശ്യം ഒരു പച്ചക്കറിയൊക്കെ നടാനുള്ള സ്ഥലം പുറവശത്തുണ്ട്. അലക്കല്ലും ടാപ്പുമൊക്കെ ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ബസ് റൂട്ടിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരം മാത്രമുള്ളൊരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ.
തൊട്ടടുത്ത അവശ്യ സാധനങ്ങൾ കിട്ടുന്ന കടകൾ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്. പാല ടൗണിലേക്ക് 5 മിനിറ്റ് എത്താൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ്, നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് കൊണ്ട് റൂഫ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബെഡ്റൂമുകൾ ഓരോന്ന് ആയിട്ട് കാണാം. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ഒരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും AC-യുടെ പോയിന്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകൾ വശത്ത് ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയ കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. 3 ഡോറുള്ള വലിയ വാർഡ്രോബുകളാണ് ഈ ബെഡ്റൂമുകളിൽ കൊടുത്തിട്ടുള്ളത്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നൽകിയിട്ടുണ്ട്. അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അടുത്തൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ വലിയ ജനലുകളൊക്കെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളുകളും ബെഡ്റൂമുകളുമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബുകളൊക്കെ നൽകിയിട്ടുണ്ട്. ബാത്റൂമുകളൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമേറിയ ബാത്റൂമുകളാണ്. ഗീസറിനുള്ള പോയിന്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് അടുത്തൊരു ബെഡ്റൂം. ഈ ഒരു ഡോർ തുറക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലേക്കാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള ബാൽക്കണി കാണാം. അപ്പോൾ പാല ടൗണിന് തൊട്ടടുത്ത് തന്നെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്, നല്ല വീതിയേറിയ റോഡാണ്. അതുപോലെ ഹൈവേയിൽ നിന്ന് പെട്ടെന്ന് കയറാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേസാണിത്.